എല്ലാവർക്കും മല്ല വീടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേബി ഗേള്, ബൾട്ടി, ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നീ സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ധീരം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ ഒരു സിനിമയുടെ കഥ സീരീസ് ഓഫ് മർഡറിനെ പറ്റിയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നുള്ളത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നിറഞ്ഞ സിനിമയാണ് ധീരം. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇന്ദ്രജിത്ത് സുകുമാരൻ, അജു വർഗീസ്, ദിവ്യ പിള്ള, മറ്റു പുതിയ കഥാപാത്രങ്ങളാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് മസ്തിഷ്ക മരണം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ത്രില്ലർ ഫാന്റസി നിറഞ്ഞ സിനിമയാണ് മസ്തിഷ്ക മരണം. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രജിഷ വിജയൻ, ദിവ്യ പ്രഭ, സന്ദീപ് ബാലചന്ദ്രൻ, മണിയംപിള്ള രാജു എന്നിവരാണ്. ഈ ഒരു സിനിമ ഒരു മാസം കഴിഞ്ഞ് OTT റിലീസ് ഉണ്ടാവുന്നതാണ്. പൊതുവെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആവുന്നത് സോണി ലീവിലായിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ദ ബ്ലഫ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നായികയായി വന്നിരിക്കുന്നത് പ്രിയങ്ക ചോപ്രയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമും. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഈ ഒരു സമയം അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് അമോസ് അലക്സാണ്ടർ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ക്രൈം റിപ്പോർട്ടുകളുടെ ഒരു ജീവിതത്തെ പറ്റിയാണ് മുന്നോട്ട് പറഞ്ഞു പോകുന്നുള്ളത്. ഈ ഒരു സിനിമ സസ്പെൻസ് നിറഞ്ഞ ഒരു സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൺനെറ്റ്സിൽ ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഖജുറഹോ ഡ്രീംസ് എന്ന മലയാള സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റോഡ് ട്രിപ്പ് സിനിമയാണ്. അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2025 ഡിസംബർ 5-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേയിൽ അടുത്തായി റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പാരഡൈസ് സീസൺ 2 എന്ന സിനിമയെ പറ്റിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പാരഡൈസ് സീസൺ 2 ഒരു സൈഫൈ ത്രില്ലർ സീരീസ് ആണ്. ഇത് രഹസ്യങ്ങളും സസ്പെൻസും നിറഞ്ഞ കഥയുമാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നുള്ളത്. ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ OTT ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആവാൻ പോവുകയാണ്. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. ഔബിൻ ഷാഹിർ നായകനായ സിനിമയാണ് ജിന്ന്. തിയേറ്ററിൽ നല്ല അഭിപ്രായമാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സിനിമയുടെ OTT ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. കോമഡി ത്രില്ലർ സിനിമയാണ് ഇത്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അലു വർഗീസ്, അനശ്വര രാജൻ എന്നിവരാണ്. ഈ ഒരു സിനിമ ആവറേജ് അഭിപ്രായങ്ങളാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത്. മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് ആദ്യവാരമാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയെ പറ്റിയാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. കുറെ കാലമായി ഈ ഒരു സിനിമ റിലീസായിട്ട്, പക്ഷെ ഇതുവരെയായി ഈ ഒരു സിനിമയുടെ OTT റിലീസായിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മാർച്ച് ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ്. വിലായത്ത് ബുദ്ധ നല്ല ഹൈപ്പിലാണ് വന്നത്. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT മാർച്ച് ആദ്യവാരം തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം OTT അപ്ഡേറ്റുകൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.